പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചറാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മധുവിന് നേരെ ഉണ്ടായ സമാനാക്രമണമാണ് ഷിജുവിന് നേരെയും ഉണ്ടായിട്ടുള്ളത്. കേസ് തേച്ചുമാച്ചി കളയാനാണ് ശ്രമം നടക്കുന്നത്. 19കാരൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാരാണ്. വനവാസി സമൂഹത്തിന് നേരെയുള്ള കയ്യേറ്റമാണിതെന്നും മാതൃകാപരമായ നടപടികൾ പ്രതികൾക്കെതിരെ സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അതിലേക്ക് മുമ്പ് ഇപ്പോൾ ശശികല ടീച്ചറുടെ ആ ഒരു പ്രസ്താവന നമുക്കൊന്ന് കാണാം. ഇനി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ തല്ലിക്കൊന്ന് നേരെയാക്കാൻ ഈ നാട്ടിൽ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഈ കേസ് ലാഘവത്തോടെയാക്കാൻ വേണ്ടിയാണ് ആള് ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അല്ലെങ്കിൽ ആള് ന്യൂയിസൻസ് ആണെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇത് എന്ത് തന്നെയാണെങ്കിലും ആണോ അല്ലയോ നമുക്കറിയുന്ന കാര്യമില്ല. ഇത് എന്ത് തന്നെയാണെങ്കിലും കെട്ടിയിട്ട് മർദ്ദിക്കാനുള്ള അധികാരം ആർക്കുമില്ല. ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട് അട്രോസിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ വിധത്തിൽ തന്നെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണം. FIR പ്രതികളുടെ പേര് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര കൃത്യമായി കെട്ടിയിട്ട് ആരാണോ കെട്ടിയിട്ട് തല്ലിയവർ തന്നെ പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് FIR പേരില്ലാതെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ കേസ് തേച്ചുമായ്ച്ച് കളയാനാണ് പരിപാടി. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിശക്തമായ വിധത്തിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് പ്രതികരിച്ചേ മതിയാകുള്ളൂ. വളരെ ശക്തമായ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയിലെ മധു എന്ന പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതിന് സമാനമായ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഷിജുവിന് നേരെയും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കേസ് തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ പറയുന്നു. ഒപ്പം തന്നെ 19കാരൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്ത് തന്നെയായാലും അത് സർക്കാർ തന്നെയാണ്. വനവാസി സമൂഹത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മാതൃകാപരമായ നടപടികൾ പ്രതിക്കെതിരെ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. പാലക്കാട് അട്ടപ്പാടിയിലാണ് വനവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ പറയുന്നു. മധുവിന് നേരെയുണ്ടായ സമാനമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഷിജുവിന് നേരെയും ഉണ്ടായിട്ടുള്ളത്. കേസ് തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ 19കാരൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുതന്നെയായാലും ശക്തമായൊരു പ്രതിഷേധം കൂടി മറുവശത്ത് അലയടിക്കുകയാണ്. ഒരു ആദിവാസി ചെറുപ്പക്കാരന് നേരെ ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. സർക്കാർ എന്തായാലും ഇതിന് മറുപടി പറയണം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ശക്തമായൊരു പ്രതിഷേധം കൂടി ഒരു വശത്ത് അലയടിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വനവാസി ജനതയ്ക്ക് നേരെയുള്ള കയ്യേറ്റ ശ്രമങ്ങൾ വീണ്ടും തുടർക്കഥയാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം സൂചിപ്പിക്കുന്നത്. ഷിജു എന്ന ആൾക്കാണ് മർദ്ദനമേറ്റത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ രംഗത്താണ് പ്രതിഷേധവുമായി. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം, മധു എന്ന പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മുടെ കൺമുന്നിലുണ്ട്. അതിന് സമാനമായ രീതിയിൽ വീണ്ടും വനവാസി യുവാവിന് നേരെ ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നു, ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഉത്തരവാദികൾ എന്തു തന്നെയായാലും അത് നിയമത്തിന് മുന്നിൽ വരണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഈ ഒരു വനവാസി യുവാവിന് നേരെ ഇത്തരത്തിൽ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടും നടപടി എടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഈ മർദ്ദനമേറ്റ യുവാവിന്റെ കുടുംബം ആരോപിച്ചിരുന്നത്. ഇപ്പോഴേതായാലും സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ പറയുന്നത് ഇത് നേരത്തെ മധുവിന് നേരെ എങ്ങനെയാണോ ഒരു ആക്രമണം ഉണ്ടായത് അതിന് സമാന രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെയും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ കെ.പി. ശശികല ടീച്ചർ പറയുന്നത്. കാരണം ഈ 19കാരന് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണോ മധുവിനെ മുൻപ് ഈ അട്ടപ്പാടിയിൽ വെച്ച് തന്നെ കൈയൊക്കെ കെട്ടിയിട്ടുകൊണ്ട് മർദ്ദിച്ചത്, സമാന രീതിയിൽ തന്നെ ഈ യുവാവിനെ, സിജു എന്ന യുവാവിനെയും സമാന രീതിയിൽ ഒരു കയറുകൊണ്ട് കയ്യും മറ്റുമൊക്കെ കെട്ടിയിടുന്നു. അതിനുശേഷം പിന്നീട് നഗ്നനാക്കിയിട്ടാണ് മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൻ്റെ
ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. മധുവിന്റെ കേസിലും സമാന രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈ വനവാസി സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഇടപെടുകയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ആ ടീച്ചർ, ഒരുപക്ഷെ നമുക്കറിയാം ഒരു മധു എന്ന പാവം ചെറുപ്പക്കാരന്റെ ജീവിതം നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു അതിക്രമം വനവാസി ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ വനവാസി ജനതയ്ക്ക് നേരെയുള്ള കയ്യേറ്റം തുടർക്കഥയാകുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു കെടുകാര്യസ്ഥത എന്താണ്, അതാണ് സൂചിപ്പിക്കുകയല്ലേ? തീർച്ചയായും മധുവിനോട് സമാനമായി എന്ന് പറഞ്ഞാല് നമ്മൾ ആ പത്രത്തിൽ വന്ന ഫോട്ടോ, രണ്ട് ഫോട്ടോ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. നമുക്ക് എന്തുമാത്രം സമാനതയാണ് ഇതിനുള്ളത് എന്നുള്ളത്. മധുവിന്റെ വിഷയം ഇത്രയും കോലാഹലം ഉണ്ടാക്കി അല്ലെ? ഒരുപക്ഷെ പ്രതികരിക്കാത്തവരുണ്ടാകില്ല. അത്രയും കേരളം തന്നെ നാണം കെട്ടൊരു അവസ്ഥയായിരുന്നു. ഒരു നാഴി അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ഒരു വനവാസി യുവാവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. അത് ആരാണോ മധുവിനെ മർദ്ദിച്ചത് അവര് തന്നെയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് അയച്ചത്. മറ്റൊരാള് രഹസ്യമായി ഷൂട്ട് ചെയ്തതല്ലത്. അപ്പോ അതൊരു അഹങ്കാരത്തോടു കൂടി ഞങ്ങൾക്ക് ഇതിനൊക്കെ അവകാശമുണ്ട്, ഞങ്ങൾക്ക് ഇവിടുത്തെ വനവാസികളെ തല്ലിക്കൊല്ലാനുള്ള അവകാശമുണ്ട്, അവർ ഞങ്ങൾ പറയുന്ന നിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ ശരി എന്ന് പറയുന്നത് അതനുസരിച്ച് അവർ ജീവിക്കണം. അതല്ലാതെ ആദിവാസികൾ അല്ലെങ്കിൽ വനവാസികൾ അങ്ങനെ ജീവിച്ചാൽ അവരെ തല്ലാനും കൊല്ലാനും നേർവഴിക്ക് നയിക്കാനുമുള്ള അധികാരം ഞങ്ങൾക്കാണ് എന്ന അഹങ്കാരത്തോടു കൂടിയാണ് മധുവിനെ തല്ലിക്കൊന്നത്. അതേ അവസ്ഥയാണ് ഇവിടെയും പല നെറേറ്റീവുകളും പ്രചരിപ്പിക്കുകയാണ്. അത് ഡ്രഗ് അഡിക്റ്റ് ആണ്, ആയിരിക്കാം. ഡ്രഗ് അഡിക്റ്റ് എന്നുള്ളത് കേരളത്തിലെ മയക്കുമരുന്ന് വനവാസികൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നതുകൊണ്ട് ഭരണകൂടം നാണിച്ചു തലതാക്കട്ടെ. ഒരു 1.5% വരുന്ന വനവാസി സമൂഹത്തെ പോലും നമുക്ക് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് എന്താ അർത്ഥമുള്ളത്? ആ ഒരു സമൂഹത്തെങ്കിലും നമുക്കതൊന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കണ്ടേ? അപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലുമെങ്കിൽ ഈ കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയും തല്ലിക്കൊല്ലേണ്ടി വരുമല്ലോ. കാരണം ആരെയും അതിൽ മോചിപ്പിക്കാനല്ലല്ലോ, അതിലേക്ക് തള്ളിവിടാന്, അതിലേക്ക് വേണ്ടുന്ന വിധത്തിൽ ആവേശം കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടണം എന്നാണല്ലോ ഭരണകൂടം പറയുന്നത്. കാരണം അവരുടെ മയക്കുമരുന്നിന്റെ അംബാസഡർ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്ന വ്യക്തികളെ കിട്ടിയാൽ മാത്രമേ അവർക്ക് വേദിയിൽ അംബാസഡർ ആക്കാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പൊ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുകയും കൈവശം വെക്കുകയും ചെയ്ത വ്യക്തിയെ മുഖ്യമന്ത്രി തോളിത്തട്ടി അഭിനന്ദിക്കുന്ന ഒരു നാട്ടില് ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന് തല്ലിക്കൊല്ലാൻ പാടും? അല്ലെങ്കിൽ എന്ത് തന്നെ തെറ്റേ ചെയ്തോട്ടെ, തല്ലിക്കൊല്ലാൻ ഇത് അപരിഷ്കൃത കാടൻ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. 14ാം നൂറ്റാണ്ടിലെ 15ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം, അല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ പരാതിപ്പെടാലോ. പോലീസല്ല നടപടികൾ എടുക്കേണ്ടത്. പൊതുസമൂഹം തല്ലിക്കൊല്ലുക എന്നുള്ളതിന് അർത്ഥമുണ്ട്. അത് മരിക്കാതെ കിട്ടിയത് വീട്ടുകാരുടെ പുണ്യം, അദ്ദേഹത്തിന്റെ ആയുസിന്റെ വലിപ്പം എന്നേ പറയാൻ വയ്യ. 19 വയസ്സുള്ളൊരു കുട്ടിയാണത്. 19 വയസ്സുള്ളൊരു കുട്ടിയെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അത് തീർച്ചയായും നമ്മൾ ഗൗരവമായി വീക്ഷിക്കേണ്ടതാണ്. അതായത് വനവാസി സമൂഹത്തെ അവർ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കാൾ മോശമായാണ് കാണുന്നത്. മൃഗങ്ങളെ പോലും തല്ലിയാൽ നമുക്ക് കേസെടുക്കാം. അതിനേക്കാൾ മോശമായിട്ടാണ് അവർ കാണുന്നത്. പഴയ അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നു. വനവാസികൾ ഇവിടെ ആരുടെയും അടിമകളല്ല. അന്തസ്സോടെ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള അധികാരവും അവകാശം അവർക്കുണ്ട്. അവർക്കിടയിൽ മദ്യവും മയക്കുമരുന്നും പ്രചരിക്കുന്നുവെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റു പറഞ്ഞ പോലെ കല്ലെറിയാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ്. അങ്ങനെ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് സമ്പൂർണ്ണമായി സ്റ്റേറ്റിന്റെ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേസ് എഴുതിത്തള്ളാൻ പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. FIR പ്രതികളുടെ പേരുണ്ടായിരുന്നില്ല. കൃത്യമായി ആരെ എന്ത് എന്നറിഞ്ഞിട്ട് FIR പ്രതികളുടെ പേരില്ല. മാത്രമല്ല ഇയാളൊരു ന്യൂസൻസ് ആണെന്നും ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രചരിപ്പിക്കുമ്പോൾ ഡ്രഗ് അഡിക്റ്റിനെ ഞങ്ങൾക്ക് കൊല്ലാം എന്നുള്ള ഒരു വളരെ ചെറിയൊരു ലോജിക്കാണ് അവരവിടെ പ്രചരിപ്പിക്കുന്നത്. അത് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഒരിക്കലും അത് അനുവദിക്കാൻ സാധിക്കില്ല. യെസ്, വളരെയധികം നന്ദി KP ശശികല ടീച്ചർ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തു തന്നെയായാലും ശക്തമായൊരു പ്രതിഷേധം തന്നെയല്ലേ മറുഭാഗത്ത് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഇപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കൃത്യമായ നടപടി ഈ സംഭവത്തിൽ വേണം. പ്രതികൾക്കെതിരെ തക്കതായ കേസെടുത്ത് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കണം, സർക്കാർ കടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഇത്തരത്തിൽ മുൻപ് നമുക്കറിയാം മധു എന്നുള്ള ഒരു വനവാസിയായ യുവാവിനെ ഭക്ഷണം, അരിയും മറ്റും സാധനങ്ങളൊക്കെ വ്യഞ്ജനങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന പേരിലാണ് ആൾക്കൂട്ടം ഇതുപോലെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിന്റെ മനസ്സാക്ഷി
മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അതിന് സമാന രീതിയിൽ തന്നെ ഈ യുവാവിനെയും നഗ്നനാക്കി കെട്ടിയിട്ട് ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നു. ഏറെ നേരം മഴയത്ത് നിർത്തിയിരിക്കുന്നു. സംഭവത്തിൽ ഈ പ്രതികൾ പറയുന്നത് യുവാവ് ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു, മദ്യം ഉപയോഗിച്ചിരുന്നു, മദ്യാസക്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മദ്യാസക്തിയിൽ തങ്ങളുടെ ഈ പിക്കപ്പ് വാഹനത്തിൽ വരുമ്പോൾ വാഹനത്തിന് മുന്നിൽ ചാടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനാലാണ് മർദ്ദിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും സ്വാഭാവികമായിട്ടും ഒരാൾ മദ്യാസക്തിയിലാണെങ്കിൽ, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള ഭാഗത്ത് മദ്യം നിരോധിച്ചിട്ടുള്ള മേഖലയാണ് അട്ടപ്പാടി. ആ മദ്യനിരോധിത മേഖലയായ അട്ടപ്പാടിയിൽ ഒരു വനവാസി യുവാവ്, വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് മദ്യാസക്തിയിൽ അവിടെ കാണപ്പെടുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ ആണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരാൾ മദ്യപിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ ആളെ കെട്ടിയിട്ട് നഗ്നനാക്കി തല്ലാനും മറ്റുമൊക്കെ ആരാണ് ഇവർക്ക് അധികാരം നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അത് വനവാസി സമൂഹമായതുകൊണ്ടാണ് ഇങ്ങനെ ഈ കെട്ടിയിട്ട് മർദ്ദിക്കുകയും മറ്റുമൊക്കെ മദ്യം ഉപയോഗിച്ചു എന്ന പേരിലൊക്കെ ഒരു യുവാവിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അത് വെച്ചു ഉറപ്പിക്കാനാവില്ല, അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് നേരത്തെ സംസാരിച്ച ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചർ വ്യക്തമാക്കിയത്. ഏതായാലും സംഭവത്തിൽ തക്കതായ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.